ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ ഞാൻ ഇന്ന് വരിക്കച്ചക്ക പഴുത്തത് കിട്ടിയപ്പോൾ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എന്ന് ഇലയപ്പവും വയണയപ്പവും ഒക്കെ ആയിട്ടല്ലേ പോകുന്നത്. ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വിചാരിച്ച്. പച്ചത്തേങ്ങ തിരികെ 1 കപ്പ് പച്ചത്തേങ്ങയും 20 ചക്കച്ചുളയും വലിയ കപ്പിന് 1 കപ്പ് അരിപ്പൊടിയും എടുത്ത് ആവശ്യത്തിന് അതിന് ചേരുന്ന അത്രയും ശർക്കര ചീവിയിട്ടതെന്ന് പറഞ്ഞാൽ കല്ലുള്ളതല്ല, അതുകൊണ്ട് ചീവിയിട്ടത്, അലിക്കാതെ പാനിയാക്കാതെ അരിക്കാതിട്ടത് നല്ല ശർക്കരയായിരുന്നു. അതുകൊണ്ട് അതിന് ശകലം ഉപ്പും ചേർത്ത് 1/4 ടീസ്പൂണ് ജീരകവും ചേർത്ത് നല്ലവണ്ണം ഞെവിടി വച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് ഉരുട്ടി വെച്ചത്. ഉരുട്ടി വാഴയില തട്ടിനകത്ത് വെച്ചിട്ട് ആ വാഴയിലക്കകത്ത് ഞാൻ ശകലം നെയ്യ് തടവി. എന്താണെന്ന് വെച്ചാൽ ഒരു മണം വരാൻ. ഇതിൽ നെയ്യ് ഒഴിച്ചില്ലെന്ന് പറഞ്ഞാൽ മറന്നു പോയിട്ടാണ് പിന്നെ ഓർത്തത്. പിന്നെ ആയപ്പോഴത്തേനും എല്ലാം ഇതായായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വയ്ക്കുന്നത് നല്ല രുചി. ഒരു ശകലം നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിക്കാൻ എടുത്തു വെച്ചു, പക്ഷേ ഞാൻ മറന്നു പോയായിരുന്നു. എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. ഇലയപ്പത്തിനെയും വയണയിലക്കായും നല്ലതായിരുന്നു. കൊഴുക്കട്ട നല്ല രുചിയായിരുന്നു. അതിൻ്റെ പുറത്തൊരു ശകലം തേങ്ങ വിതറിയിടണം. ആ തേങ്ങയുടെ രുചിയും എല്ലാം കൂടെ ആകുമ്പം നല്ല ടേസ്റ്റായിരുന്നു. നല്ല മയം ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. കൊച്ചുങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ ഒക്കുന്നവർ പലഹാരമില്ല, അവർക്ക് എപ്പോഴും ഇത് കിട്ടത്തുമില്ലല്ലോ. അപ്പോഴത് നല്ലതാണ് അങ്ങനെ ചെയ്ത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കഴിയുന്നത്രയും ഷെയർ ചെയ്യണം. പിന്നെ എന്താ പറയുക, എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ വളരെ കുറവാണ്. തരണം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ എന്താ പറയേണ്ടതെന്നൊരു ഇതാവും. അതങ്ങനെ നിന്ന് പോകുന്നത്. എല്ലാം വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. കേൾക്കണം, കാണണം. കണ്ടിട്ട് എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീഡിയോ എല്ലാം കാണണം. ഇഷ്ടമാവുന്നുണ്ടോ എല്ലാ വീഡിയോകളും? എല്ലാം കാണണം കേട്ടോ, എല്ലാവരും കാണണം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതേവരെ ബൈ ബൈ.